കർഷകരുടെ കാര്യത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് കാണാം. അതെ, ക്ഷേമ പെൻഷൻ 6 മാസത്തെ കുടിശ്ശികയിലേക്ക് നീങ്ങുകയാണ്. 2 മാസത്തെ കുടിശ്ശികയെങ്കിലും ഈ ബജറ്റിനെ തുടർന്ന് കൊടുത്തു തീർക്കുമെന്ന ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതും ബജറ്റ് പ്രഖ്യാപനത്തിൽ കണ്ടില്ല. ക്ഷേമ പെൻഷന് ഉയർത്തും എന്നാണ് ചിലരെങ്കിലും പ്രതീക്ഷിച്ചത്, അതും ഉണ്ടായില്ല. ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങളോട് എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് അങ്ങനെ വലുതായിട്ട് പ്രതീക്ഷിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം 3-4 മാസം ഇത് കൊടുക്കാനുണ്ടായ ഒരു ബുദ്ധിമുട്ട് തന്നെ അവർക്ക് മനസ്സിലാവും. അതിന് കാരണങ്ങൾ അവർക്കറിയാം. നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും അതിന് പ്രയോറിറ്റി കൊടുക്കുന്നൊരു ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടാർഗറ്റ് ഞങ്ങളുടെ. രണ്ടാമതാണ് ഉയർത്തുന്ന കർഷകം. ഉയർത്തുമെന്ന് വലിയൊരു തുക പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കൊടുത്തിട്ട് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ഐഡിയ. ആദ്യമേ കൃത്യമായി തന്നെ റാഷണലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് ഉയർത്തേണ്ടി വരും. കുറച്ച് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. കേന്ദ്രത്തിൽ നിന്ന് അപ്പോഴേക്ക് നമ്മൾ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. പണം കുറച്ച് അനുവദിച്ച് കിട്ടുമ്പോൾ കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ മിനിസ്റ്റർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വളരെ ചുരുക്കി ഞാൻ അവസാനിപ്പിക്കാം. വലിയ രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് പണം നമുക്ക് നൽകാനുണ്ട് എന്നുള്ള കാര്യം ബജറ്റിൽ തന്നെ കൊണ്ടുവരുന്നു. 57,000 കോടി എന്ന ആ കണക്കും എനിക്ക് ബജറ്റിൽ കാണാം. പക്ഷേ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം കിഫ്ബി പൂർത്തീകരിച്ച പദ്ധതിയെക്കുറിച്ചുള്ള പരാമർശം ഞാൻ കണ്ടു. പക്ഷേ കിഫ്ബിയെ ഇനി മുന്നോട്ടധികം ആശ്രയിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത്? കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ്. കാരണം കേസ് സുപ്രീം കോടതിയിൽ ഈ ഫണ്ടിൻ്റെ സംബന്ധിച്ചും കിഫ്ബി സംബന്ധിച്ചൊക്കെ കേസ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോറോയിങ്ങിൻ്റെ പരിധിയിലേക്ക് അത് കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് അധികം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും വലിയ ഒരു പ്രസക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടുള്ള പ്രായോഗികതയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഏത് സമയത്തും കിഫ്ബിയെ കൊണ്ട് പണി ഏറ്റെടുപ്പിക്കാൻ കിഫ്ബി നിയമം അനുസരിച്ചിട്ട് ഏത് സമയത്തും നമുക്ക് വ്യത്യസ്തമായ പണികൾ ഏറ്റെടുപ്പിക്കാൻ, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുപ്പിക്കാൻ കഴിയുന്ന സംവിധാനം തന്നെയാണുള്ളത്. അതുകൊണ്ട് കിഫ്ബിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയും കിഫ്ബി ആകെ ചെയ്ത വർക്കുകളും പൂർത്തീകരിച്ച വർക്കുകളും പറഞ്ഞു. എല്ലാ വർഷവും ഒരു 10,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഇതിൽ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് പറയാഞ്ഞത്. എല്ലാ വർഷവും ഒരു 10,000 കോടി രൂപയുടെ നമ്മുടെ പബ്ലിക് വർക്ക് നമ്മുടെ പ്ലാൻ വഴി പോകുന്ന പണത്തിൻ്റെ അടുത്ത് തന്നെ പണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വരുത്തുന്നൊരു പ്രസ്ഥാനം തന്നെയാണ് കിഫ്ബി. റൈറ്റ്. മറ്റൊന്ന്, ഈ ടൂറിസം മേഖലയ്ക്കാണ് വലിയ പ്രാധാന്യം. 5,000 കോടി രൂപയാണ് ടൂറിസം മേഖലയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വ്യവസായ മേഖലയ്ക്ക് 2,000 കോടിക്ക് അടുത്താണ്. കാർഷിക മേഖലയ്ക്ക് 1,032 കോടിയോ മറ്റുമാണ്. പക്ഷേ 5,000 കോടി രൂപയാണ് ടൂറിസം മേഖലയിലേക്ക് വേണ്ടി പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നത്. അതാ അർത്ഥത്തിൽ ഈ സൺറൈസ് സെക്ടർ എന്ന പുതിയ പ്രൊജക്റ്റ് അല്ലേ പറഞ്ഞല്ലേ? പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് 5,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നതിന് പ്രത്യേക സ്കീം പറഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, അതാണോ ഉദ്ദേശിച്ചത്? അതെ. ബഡ്ജറ്റിൽ വെച്ചേക്കുന്ന പണം അത്രയില്ല. ബഡ്ജറ്റിൽ ഇൻഡസ്ട്രീസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ പറഞ്ഞത് 5,000 കോടി രൂപയെങ്കിലും അവർക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പലിശ ഇളവ് കൊടുത്തിട്ട് കുറച്ച് ഹോട്ടൽ പണിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞത്. വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റും വരുന്ന കാര്യങ്ങളിൽ അവിടെ വരും. ആ ഇൻട്രസ്റ്റ് സബ്വെൻഷനാണ്. ഒരുമിച്ച് 5,000 അല്ല, നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ പലിശയ്ക്ക് പണം കിട്ടുന്ന ഒരാൾക്ക് 7 രൂപയ്ക്ക് കിട്ടുന്നു, അല്ലെ 8 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം അവർക്ക് വലിയ ലാഭം ഉണ്ടാവും, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അത്തരം നിക്ഷേപത്തിന്. അതാണ് ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം സാധാരണ ചെയ്യുന്നത്. അത് വലിയ ഗുണകരമായ ഒരു സ്കീമാണ്. ഞാൻ ആദ്യം മന്ത്രിയായ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യവസായത്തിലെ ചെറിയ വ്യവസായങ്ങൾക്കൊക്കെ വലിയ തോതിൽ അത് സഹായകരമായി ധാരാളം ആളുകൾ ആ പണം ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു 10-20 കോടി രൂപ മുടക്കി ഒരു ഹോട്ടൽ പണിയുന്നാൾക്ക് 2 വർഷത്തേക്ക് ലോൺ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ 50 കോടി മുടക്കി അതിന് ഒരു ലിമിറ്റ് അവർ തീരുമാനിക്കും. അതിനകത്ത് ഒരു പിന്നെ 20 കോടിക്ക് പലിശയുടെ സഹായം കിട്ടുവാണെങ്കിൽ വലിയ സഹായമല്ലേ? ആ തരത്തിൻ്റെ